അങ്ങനെ വിലായത്ത് ബുദ്ധ എന്നുകൊണ്ടുള്ള നമ്മുടെ രാജു ഏട്ടൻ്റെ ഏറ്റവും പുതിയ സിനിമ ഞാനങ്ങനെ കണ്ടിരിക്കുകയാണ്. ആൻഡ് പടത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ വളരെ സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് വളരെ അസഹനീയമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ തന്നത്. യെസ്, എനിക്ക് ഈ പടം ഒട്ടും വർക്കായില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പടം ഒട്ടും ഇഷ്ടമായില്ല. ആൻഡ് അതിനുള്ള കാരണത്തിലേക്ക് വരുമ്പോൾ ഈ പടം തുടക്കത്തിൽ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര അസഹനീയമായി തോന്നി. തുടക്കത്തിൽ തന്നെ എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. തുടക്കത്തിൽ എനിക്ക് ഈ കഥയിനോടൊപ്പം ഒരു രീതിയിലുള്ള കണക്ഷനും എനിക്ക് ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ് എൻ്റെ സത്യാവസ്ഥ. പക്ഷേ പടം പോകും തോറും ബെറ്ററായി വന്നു. അങ്ങനെ ബെറ്ററായി ഫസ്റ്റ് ഹാഫ് അവസാനിച്ചപ്പോൾ ഞാൻ ജെനുവൻലി ഇത് കുഴപ്പമില്ലല്ലോ, ഇത് നൈസായിട്ടുണ്ടല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് വന്നു. അതേ പാറ്റേൺ പിടിച്ച് ഈ സിനിമ പോയതാണെങ്കിൽ ജെനുവൻലി ഇതൊരു കിടിലം പടമായേനെ. പക്ഷേ സെക്കൻഡ് ഹാഫിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ തുടക്കത്തിനെക്കാട്ടിലും അസഹനീയമായിട്ട് എനിക്ക് സെക്കൻഡ് ഹാഫ് ഫീൽ ചെയ്തു. അഥവാ തുടക്കം എന്ന് പറയുന്നത് ഒരു 10% വെച്ചോ നമ്മുടെ അസഹനീയ മീറ്ററിൽ, സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് ഒരു 90% ഞാൻ ജെനുവൻലി പറയാം, സെക്കൻഡ് ഹാഫ് വലിച്ച് നീട്ടി ഡ്രാഗ് ചെയ്ത് ലാഗ് അടിപ്പിച്ച് കണ്ണ് വരെ അടയ്ക്കുന്ന ലെവലിലേക്ക് എന്നെ എത്തിപ്പിച്ചു. അത്രയ്ക്കും താഴ്ന്ന ലെവലിലേക്ക് എനിക്ക് പേഴ്സണലി സെക്കൻഡ് ഹാഫ് പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അഥവാ ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് കുറച്ച് പോസിറ്റീവ്സ് ഉണ്ട്, അത് പറഞ്ഞിട്ട് തന്നെ തുടങ്ങാം. പെർഫോമൻസസ് എല്ലാവരും കിടിലം പെർഫോമൻസസ്. അതിപ്പോൾ നമ്മുടെ രാജു ഏട്ടനാണെങ്കിലും ഷമ്മി തിലകൻ സാറാണെങ്കിലും അതുപോലെ നമ്മുടെ പ്രിയംവദ കൃഷ്ണൻ, അതുപോലെ പ്രമോദ് വെളിയനാടെന്നുള്ള ആ ചേട്ടനാണെങ്കിലും എല്ലാവരും കിടിലൻ പെർഫോമൻസ്. ടെക്നിക്കലി പടം ബ്യൂട്ടിഫുൾ ആയിരുന്നു, കാണാൻ നല്ല രസമുണ്ട്. ഓരോ ഫ്രെയിമും നല്ല കളർഫുള്ളായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ശരി തന്നെ, വിഷ്വൽ എഫക്ട്സ് അവിടെ ഇവിടെയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും വിഷ്വൽ എഫക്ട്സ് ആണെന്ന്. എങ്കിൽ പോലും അവർക്ക് കിട്ടിയ ആ ലിമിറ്റഡ് ബഡ്ജറ്റ്, അത് എൻ്റെ തെറ്റ്, ഇതൊരു മലയാളം പടമാണല്ലോ, ആ ഒരു ലിമിറ്റഡ് ബഡ്ജറ്റിൽ അവർ നല്ല നീറ്റായിട്ട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതുപോലെ തന്നെ ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റും കിടിലം വർക്കായിരുന്നു. അത് എടുത്ത് പറയേണ്ട പേരാണ് ജേക്സ് വിജയ് അണ്ണൻ ആസ് യൂഷ്വൽ വേറെ ലെവൽ വർക്ക് തന്നെ. പക്ഷേ അണ്ണൻ്റെ മ്യൂസിക്കിന് പോലും ഈ പടത്തിനെ രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഈ പടത്തിൽ കുറേ കിടിലൻ സീൻസ് ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ പോകുന്തോറും ബെറ്ററായി വരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് കുറേ കിടിലൻ സീൻസ് ഉണ്ടായിരുന്നു. കുറച്ച് തിയേറ്ററിൽ ഓൾ ഓർക്കസ്ട്രേഷൻ സീൻസ് ഉണ്ടായിരുന്നു. അതുപോലെ കുറച്ച് ഹ്യൂമർ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നന്നായി തിയേറ്ററിൽ വർക്കായി. അതുപോലെ ഒരു ട്വിസ്റ്റ് ഒക്കെ ഉണ്ട് പടത്തിൽ, അത് എനിക്ക് ആക്ച്വലി പേഴ്സണലി നൈസായിട്ട് വർക്കായി. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഒരു കോപ്പുമില്ല. അഥവാ ഈ ഒരു പോർഷൻ ഇതെല്ലാം കൂടിയിട്ട് ഒരു 1/4 മണിക്കൂർ വരും. പക്ഷേ ഈ പടം എന്ന് പറയുന്നത് ഏകദേശം 3 മണിക്കൂറിനടുത്താണ്. അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കും, 3 മണിക്കൂറിനടുത്തുള്ള പടത്തിൽ വെറും 1/4 മണിക്കൂറാണ് വേർത്തായിട്ടുള്ളതെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അഥവാ ഈ 1/4 മണിക്കൂർ എന്ന് പറയുന്നത് ലൈഫ് ചേഞ്ചിങ് 1/4 മണിക്കൂർ എന്നും പറയാൻ പറ്റില്ല. എൻജോയബിൾ ആയിട്ടുള്ള 1/4 മണിക്കൂർ. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ റെസ്റ്റ് ഓഫ് ദ മൂവി എന്ന് പറയുന്നത് ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ്. ഒരു രീതിയിലുള്ള ഇമ്പാക്റ്റും ക്രിയേറ്റ് ചെയ്തില്ല, ഒരു രീതിയിലുള്ള ഫീലോ കണക്ഷനോ ഒന്നുമില്ല. എനിക്ക് ജെനുവൻലി നന്നായി ബോറടിച്ചു ഈ പടം, റെസ്റ്റ് ഓഫ് ദ മൂവി. ആൻഡ് അത് പറയുന്നതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. കാരണം ഇതെന്ന് പറയുന്നത് നമ്മുടെ സച്ചിൻ്റെ ഡ്രീം പ്രൊജക്റ്റാണ്. ആൻഡ് എനിക്ക് ഈ പടം കണ്ടപ്പോൾ ഫീൽ ചെയ്തത്, ഈ കഥയുണ്ടല്ലോ, അഥവാ ഇതൊരു ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ്. ആക്ച്വലി എൻ്റെ കയ്യിൽ ആ ബുക്കുണ്ട്, ഞാൻ അത് വായിച്ച് തീർത്തിട്ടില്ല. ബട്ട് എളുപ്പം തന്നെ എന്തായാലും ഞാൻ വായിച്ചിരിക്കും. ബട്ട് ആ ഒരു ബേസിക് പ്ലോട്ട് എന്ന് പറയുന്നത് ജെനുവൻലി ഒരു നല്ല യുണീക്ക് വൈബിലുള്ള ഒരു പടം എടുക്കാൻ പറ്റുന്ന ഒരു കിടിലം പ്ലോട്ട് തന്നെയാണ്. പക്ഷേ അതിനെ പിടിച്ച് ഒരുമാതിരി വലിച്ച് നീട്ടി റബ്ബർ ബാൻഡ് വലിക്കുന്ന പോലെ ഈ പടം വലിച്ചു വെച്ചിരിക്കുന്നു. ഒരു ആവശ്യമില്ല ഈ പടം 3 മണിക്കൂർ ആവേണ്ടത്. അഥവാ 2.5 മണിക്കൂർ തന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഈ ഒരു പ്ലോട്ടിന് കുറച്ച് സ്ട്രെച്ച് ആയിരിക്കും. ബട്ട് സ്റ്റിൽ ദാറ്റ് വുഡ് ഹാവ് ബീൻ മച്ച് ബെറ്റർ. ഇതിൽ ചില സീനൊക്കെ കണ്ടപ്പോൾ ലൈക്ക് നമ്മൾ പറയും, ഇത് നമുക്ക് മനസ്സിലായി, നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക, അടുത്ത സീനിലേക്ക് പോകും. ഇതിലൊരു മല കയറുന്ന സീനുണ്ട്, എൻ്റെ പൊന്നോ, അതിൻ്റെ ഇടയിൽ കയറി ഒരു ജീപ്പും വെച്ചൊരു പരിപാടി ഉണ്ട്. എൻ്റെ അമ്മോ, ചിരിച്ച് ചത്ത് ഞാൻ തിയേറ്ററിൽ. എന്തോന്നടേ, അതുവരെ ഒരു നല്ല മീറ്റർ പിടിച്ചിട്ട് സഡനായിട്ട് അങ്ങനത്തെ ഒരു പരിപാടിയാണെങ്കിൽ എങ്ങനെ മനുഷ്യൻ ചിരിക്കാണ്ടിരിക്കുക. അതുപോലെ വേറൊരു സീനുണ്ട്, ഒരു ക്യാരക്ടറിനെ അപമാനിക്കുന്ന ഒരു സീന് സ്റ്റേജിൽ കയറിയിട്ട്, അത് തുടക്കത്തിൽ തന്നെയാണ്. അത് മെഗൻ എന്തോന്നടേ വലിച്ച് നീട്ടി ഇങ്ങനെ കൊണ്ടുപോയി. അങ്ങനെ കുറേ സീനുകളിൽ ശരിക്കും എന്തിനാ ഇതിങ്ങനെ വലിച്ച് നീട്ടണം എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നു. അങ്ങനെ മൊത്തത്തിൽ പടം നന്നായി ഡ്രാഗ് ചെയ്ത് ലാഗ് അടിപ്പിച്ച് കൊന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ആൻഡ് ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലോട്ട് ഉണ്ടല്ലോ, ഇത് സച്ചിയുടെ കയ്യിൽ കിട്ടിയാണെങ്കിൽ ഞാൻ ജെനുവിനെ പറയല്ലോ, നമുക്കൊരു അടുത്തൊരു അയ്യപ്പനും കോശിയും ലെവൽ പരിപാടി നമുക്ക് കിട്ടിയേനെ. പക്ഷേ സാഡ്ലി അത് നടന്നില്ല. ബട്ട് സ്റ്റിൽ ഓക്കെ, ഞാൻ ഒരു നല്ല കാര്യം പറയാം, സച്ചിയുടെ ഡ്രീം പ്രോജക്റ്റ് ഒരു റിയാലിറ്റി ആക്കിയതിൽ
ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്. അതിന് ഈ പടത്തിൽ വർക്ക് ചെയ്ത ഓരോ ആൾക്കാർക്കും ഞാൻ വലിയൊരു പ്രോപ്സ് കൊടുക്കുന്നു. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഈ ഒരു ഔട്ട്പുട്ടിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ഈ പടം ഒട്ടും വർക്കായില്ല, എനിക്ക് ഈ പടം ഇഷ്ടമായില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ഐ തിങ്ക് ഇറ്റ്സ് എ ബാഡ് മൂവി ആൻഡ് ദാറ്റ്സ് മൈ ഒപ്പീനിയൻ. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് സെക്ഷൻ ഡ്രോപ്പ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താൻ മറക്കരുത്. ആൻഡ് ഐ വിൽ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.